എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നുള്ളത് മേട്ടുപ്പാളയത്താണ്. നമ്മൾ വായൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവൻ ഉദ്യോഗസ്ഥരും കർഷകരുമാണ് വന്നിട്ടുള്ളത്. വായൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 ലക്ഷത്തോളം വാഴ വർഷങ്ങളും എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ കന്ന് വരാറുള്ളത് മേട്ടുപ്പാളയത്തു നിന്നാണ്. അപ്പോൾ ഈ മേട്ടുപ്പാളയത്ത് നിന്ന് കന്നെടുക്കുന്ന സ്ഥലങ്ങളൊക്കെ കർഷകരെ കാണിക്കുക, നമ്മളത് കണ്ട് പരിചയപ്പെടാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്ന് കർഷകരുടെ കൂടെ ഒരു 24 കർഷകർ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സംഘം ഇന്ന് ഈ മേട്ടുപ്പാളയത്തെ കൃഷിയിടങ്ങളിൽ വന്ന് സന്ദർശിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കൃഷിയിടം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അത്ര നീറ്റായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തെന്നുള്ള കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വെട്ടി വൃത്തിയാക്കി. അതുപോലെ എല്ലാം ഡ്രിപ്പ് ഇറിഗേഷനാണ്, പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയും. കൃത്യത കൃഷി രീതി, കൃത്യമായിട്ട് ഓരോ വാഴക്കും എത്രയാണോ വളം വേണ്ടത് അത് കൃത്യമായിട്ട് കൊടുക്കാനുള്ള പ്രിസിഷൻ ഫാമിംഗ് സംവിധാനത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവർ യൂസേജ് ഓഫ് ഫെർട്ടിലൈസറും ഉണ്ടാവില്ല, വളം കുറഞ്ഞ പ്രശ്നവും ഉണ്ടാവില്ല. കൃത്യമായിട്ട് ലേബർ ചാർജ് എല്ലാം കുറച്ച് നല്ല രീതിയിൽ പണിക്കാരുടെ ഒന്നും ഇല്ലാതെ ഫുള്ളി ഈ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ സിസ്റ്റത്തിൻ്റെ വഴിയാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ നമ്മളെ നാട്ടിൽ നിന്നുള്ള സിസ്റ്റത്തിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഇവിടെ ഉള്ള ഒരു കൃഷി രീതി. നമ്മൾ പൊതുവെ വയലുകളിലാണ് നമ്മളെ നാട്ടിലൊക്കെ വാഴ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പരിമിതികളുണ്ട്. ഇവിടെ ഏകദേശം നമ്മളെ നാട്ടിലെ പറമ്പ് എന്ന് പറഞ്ഞ രീതിയിലുള്ള സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി മെക്കനൈസേഷനൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ അവിടുത്തെ മണ്ണും ഇവിടുത്തെ മണ്ണും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നോക്കിയാൽ ഇവിടുത്തെ വാഴൻ്റെ ഹൈറ്റ് നോക്കിയാലും ഇതേ വാഴ നമ്മളെ നാട്ടിൽ നട്ടാലുള്ള ഹൈറ്റിലെ ഡിഫറൻസും നമുക്കറിയാം. അപ്പോൾ പിന്നെ ചെയ്യുന്ന ആളുകൾ തന്നെ ഒരാൾ തന്നെ 1000, 2000, 3000, 4000 ഒക്കെയാണ് അവരുടെ ഒരു മിനിമം ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ 100, 200 എന്നുള്ള രീതിയിൽ ചെയ്യുന്നിടത്ത് ഒരു 1000, 2000, 3000 എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ കൊല തന്നെ ആവറേജ് ഇപ്പോൾ ഈ നമ്മൾ ഈ നിൽക്കുന്ന പ്ലോട്ടിൽ ആവറേജ് ഒരു 15 കിലോ വരുന്ന രീതിയിലാണ്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതിൽ ആവറേജ് ഒരു 30 കിലോളം വെയിറ്റ് വരുന്ന രീതിയിലുള്ള കൊലകളാണ് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ പുറമെ ഇതിന്ന് കന്നെടുക്കുകയുണ്ട്. അങ്ങനെ 2 വരുമാനവും ഉണ്ടാക്കാൻ ഇവിടുത്തെ കർഷകർക്ക് സാധിക്കുന്നതാണ്. നമ്മളെ ഇതൊന്നല്ല ആകാശം പോലെ നിൽക്കുന്ന സാധനം ഇതുണ്ടാകുന്നതൊക്കെ കന്നാ. ഇത് ഫുള്ള് വിൽക്കില്ല. ഇത് ഇവിടെ നിർത്തും 2 ദിവസം ഇത് വിൽക്കും. അപ്പൊ കന്നാവും, ഇത് കന്നാവും. അങ്ങനെ ഒരു ചെയ്യണമല്ലോ. ഫുള്ള് കന്ന് എത്ര കന്നെടുക്കും ഏകദേശം? മൊത്തം ഈ വീതിയുള്ള ഭാര്യയായിരിക്കും വലിയ നീളമുള്ള. അത് കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു കൊത്താൻ ഒറ്റ അങ്ങനെ ഒന്നും തന്നെ ഒരു 5-10 കന്നൊക്കെ വീട്ടിനോടത്തോളം നമ്മളെ വായക്കാലം വിട്ട് കിട്ടുന്ന പൈസ കന്നു തന്നെ കിട്ടാൻ മുഴുവൻ നമ്മളാണിപ്പോ സൂചിമല നോക്കിട്ട് ഈ 3 കന്ന് പിരിച്ചിട്ട് വണ്ടി വരുന്ന സ്ഥലത്തേക്ക് എത്തിക്കും. അത് കിട്ടുന്നിടത്തൊക്കെ ചെറുതും വലുതൊക്കെ. നമ്മള് ഇവിടേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ കാണുന്ന കണ്ടില്ല, നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ നാട്ടെ കൊടുത്താണ് ചെയ്യുന്നത്. ഇപ്പൊ കർഷകർക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഈ നാട്ടേക്കാണ്. ഏകദേശം 100-120 രൂപേന്റെ ഇടയിലൊക്കെ ചെലവ് വരുന്നുണ്ട്. ഇവിടെ തമിഴ്നാട്ടില് ചെലവ് കുറക്കാൻ പറ്റുന്നത് ഇതുപോലെ കയറ് കെട്ടുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും അതുപോലെ നട്ടത് പൊതുവെ ഈ വയലിൽ ഓരെടുത്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മണ്ണിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുള്ള വെള്ളം കുടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പ്ലോട്ട് അത്ര ഈസിയാണ്. നമുക്ക് തന്നെ ഇപ്പോൾ വന്നപ്പോൾ എന്ത് സുഖമായിട്ട് നടക്കാം. മറ്റേ നമ്മൾ നാട്ടിലെ ഫീൽഡിലൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് ചാടി കടന്ന് ഇടയ്ക്ക് വെള്ളം കയറും, അങ്ങനെ പലതും. പിന്നെ ഈ ഇലകളൊക്കെ സൂക്ഷിച്ചാൽ അറിയാം, നമ്മുടെ നാട്ടിൽ ഓരോ ഇലയും നല്ല ഇലപ്പുള്ളിയൊക്കെ വന്നിട്ട് ഇത്ര ഇലകൾ കിട്ടാറില്ല നമുക്ക്. പിന്നെ നമുക്ക് മറ്റൊരു വ്യത്യാസം വരുന്നത്, നമ്മൾ കേരളത്തിൽ പൊതുവെ വരുന്നത് അസിഡിക് സോയിലാണ്, പുളിപ്പുരസം കൂടിയ അഥവാ pH ഒരു 4-5 എന്നൊക്കെ റേഞ്ചിൽ വരുന്നത്. എന്നാൽ തമിഴ്നാട്ടിലോട്ടൊക്കെ വരുമ്പം കൂടുതലായിട്ടും ഒരു 7 എബോ ആൽക്കലൈൻ സോയിലാണ്. അപ്പം മണ്ണ് എൻ്റയർലി വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ ചെയ്യുന്ന അതേ വളപ്രയോഗ രീതികൾ നമുക്ക് കേരളത്തിൽ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ നമുക്ക് അയൺ എക്സസ് ആണ്, ടോക്സിക് ആണ്, കൂടുതലായിരിക്കും എപ്പോഴും. എന്നാൽ തമിഴ്നാട്ടിൽ വരുമ്പോൾ അതിൻ്റെ കുറവുണ്ട്. എന്നാൽ നമ്മളെ നാട്ടിൽ ബോറോൺ പോലെയുള്ള സൂക്ഷ്മമൂലകങ്ങളുടെ നല്ല രീതിയിലുള്ള കുറവുണ്ട്. എന്നാൽ ഇവിടെ അതിൻ്റെ കുറവുമില്ല. അപ്പോൾ വളപ്രയോഗ രീതി തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മളെ നാട്ടിൽ പൊതുവെ പൊട്ടാഷിൻ്റെ അളവ് മഴ വെള്ളം ഒലിച്ചിറങ്ങുന്നതുകൊണ്ട് തന്നെ പൊട്ടാഷ് എപ്പോഴും മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ പൊട്ടാഷൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ ഇവിടെ നേരെ യൂറിയ ഒക്കെ ആയിരിക്കും കൂടുതലും അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് വളപ്രയോഗ രീതികൾ ഈ മണ്ണിൻ്റെ ഒരു ഘടനയുടെ വ്യത്യാസം കൊണ്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചില സമയത്തൊക്കെ ഈ കർഷകർ ചില യൂട്യൂബ് ചാനലിലൊക്കെ അല്ലെങ്കിൽ മറ്റു നാടുകളിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവിടുത്തെ വളങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് യൂസ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഇതുണ്ടാവും. ഈ ഒരു മണ്ണിലുള്ള ഘടനാ വ്യത്യാസമാണ്. കാരണം നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് ഒരു 6-7 മാസത്തോളം മഴ നിലനിൽക്കുന്ന, അപ്പോൾ മേൽമണ്ണൊക്കെ ഒലിച്ച് മേൽമണ്ണിലുള്ള കാൽഷ്യം, ബോറോണ് ഇതൊക്കെ ഒലിച്ചു പോവുകയും FE അയൺ പോലെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുകയും ഒരു അവസ്ഥയുണ്ട്. അപ്പം വളപ്രയോഗം എൻ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മളെ നാടും ഇവിടെയൊക്കെ അപേക്ഷിക്കുന്നത്.
പിന്നെ വാഴയുടെ വലുപ്പം തന്നെ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലൊക്കെ നല്ല സൈസിലാണ് ഉണ്ടായാലും. ഇപ്പോൾ സ്വർണ്ണമുഖിയൊക്കെ നമ്മൾ നട്ടാൽ തന്നെ പറയും ഏകദേശം വെട്ടണമെങ്കിൽ കോണി വെച്ച് കയറി വെട്ടേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ പക്ഷേ ഈ ഒരു ഹൈറ്റേ വരുള്ളൂ. അത് ആ മണ്ണിൻ്റെയും കാലാവസ്ഥയുടെയും ഒക്കെ അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ കൊണ്ടിട്ടാണ് അങ്ങനെ വരുന്നത്. ഇവിടുത്തെ കന്ന് എടുക്കുന്നത് എന്തിനാണ് വാഴയിൽ? നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളെ നാട്ടിൽ പൊതുവെ എടുത്തിരുന്ന മേട്ടുപ്പാളയം കന്നാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ നമ്മളെ നാട്ടിൽ ഈ ഒരു 9 മാസം സമയം എന്നുള്ളൊരു പരിമിതി ഉണ്ട്. ചാലിയാറിന്ന് വെള്ളം കയറുന്നതും നമ്മളുടെ മൺസൂണിൻ്റെ ഒക്കെ ഇതുള്ളത് കൊണ്ട് നമുക്കൊരു 9 മാസമേ നമുക്ക് മാക്സിമം പോയാൽ 10 മാസമേ സമയം കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്തിൽ കൃത്യമായിട്ട് കൊലയാവുന്നതും എന്നാൽ നമ്മുടെ നാട്ടിൽ മാർക്കറ്റിൽ ഒരു ഡിമാൻഡുള്ളത് ഒരു ആവറേജ് സൈസ് കൊലയും കിട്ടുന്ന ഈ മേട്ടുപ്പാളയം കന്നാണ്. അതുകൊണ്ടാണ് നോർമലി കർഷകർ അത് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മേട്ടുപ്പാളയം റീജിയണിലൊക്കെ ഉള്ള കന്നുകൾ കൂടുതലും സ്വർണ്ണമുഖി കിൻഡൽവായ ടൈപ്പിലുള്ളതായതുകൊണ്ട് ആ കന്ന് എടുത്ത് വരുമ്പോൾ പലപ്പോഴും കർഷകർക്ക് ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടാവാറുണ്ട്. കാരണം ഈ സ്വർണ്ണമുഖിയൊക്കെ നമ്മുടെ നാട്ടിൽ വന്നാൽ ഏകദേശം അത് കൊലച്ചാവാൻ ഏകദേശം ഒരു 12 മാസത്തോളം എടുക്കും. അപ്പോൾ നമ്മളെ നാട്ടിലാകെ 9 മാസത്തിൻ്റെ ഉള്ളിൽ കൊല വെട്ടാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് അത് വിജയകരമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഉള്ളതുകൊണ്ട് വെട്ടാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പം പലപ്പോഴും കർഷകർ മേട്ടുപ്പാളയം കന്നാന്നുള്ളതിൽ എടുക്കും. പക്ഷേ അതിൽ സ്വർണ്ണമുഖി കന്ന് വന്നിട്ട് ഒരു ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മളിവിടെ വന്നപ്പോൾ കണ്ടത് കൂടുതലും ഇതുപോലെ 10-11 മാസവും 13 മാസവും ഒക്കെ സമയമെടുക്കുന്ന രീതിയിലുള്ള വാഴകളാണ് ഇപ്പോൾ ഈ റീജിയനിൽ. നോർമലായിട്ടുള്ള മേട്ടുപ്പാളയം കന്നിൻ്റെ കൃഷി ഇപ്പോൾ ഈ ഒരു ഭാഗങ്ങളിൽ കുറഞ്ഞതായിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്ന് സന്ദർശിച്ചപ്പോൾ കണ്ടിട്ടുള്ളത്.